നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ഒത്തിരി ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ കാണാൻ കഴിയാത്തവരെ ആത്മാക്കളെന്നോ പിശാചുക്കളെന്നോ ജിന്നുകളെന്നോ അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യരെ പോലെ തന്നെ കൂട്ടും കുടുംബവുമായി ജീവിക്കുന്നവരാണ് അവരെന്ന് പ്രാമാണിക മതഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുമുണ്ട്. വിശ്വാസവും അവിശ്വാസവുമൊക്കെയായി അവ നിലനിൽക്കുന്നുമുണ്ട്. പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിൽ നേർച്ചപ്പാറ എന്ന ഒരു പാറയുണ്ട്. അവിടെ ജിന്നുകളുടെ സാന്നിധ്യമുള്ളതായി പഴമക്കാർ പറയുന്നു. ചക്രാത്തുമല, നേർച്ചപ്പാറ. അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നികുതി ചുമത്തിയിരുന്ന കാലത്ത് നികുതിയില്ലാതെ വിട്ടുപോയതാണ്. ആരും ഞങ്ങൾ കൊടുത്തിട്ടുമില്ല, കൊടുക്കണമില്ല ഇതുവരെ. എൻ്റെ വളരെ ചെറുപ്പം മുതൽ ഞാനത് കേൾക്കണതാ. ഇവിടെ ഞാൻ വളരെ ചെറുപ്പം മുതൽ കയറി വരുന്ന ആളുമാണ്. പക്ഷെ ഇതുവരെ വെള്ളക്കാരൻ്റെ കാലത്ത്, വെള്ളക്കാർ നാട് ഭരിച്ചിരുന്ന കാലത്ത് ഇതിവിടെ ആരാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചക്രാത്തുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അവിടെ കാണുമ്പോൾ ഒരു വിലപ്പോവില്ല. എങ്കിലും അവിടെ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു ശിഫ നമുക്ക് കാണുന്നുണ്ട്. അല്ല, അവിടെ എനിക്ക് ഒരു സത്യം തോന്നി. എന്താച്ചാ എന്നിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തൊരു പറ്റിയൊരാളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബലമായ ഒരാളുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മച്ചെറുപ്പഴും ഉണ്ടത് അങ്ങനെ. അല്ല, അച്ഛൻ്റെ കാലത്ത് അച്ഛൻ ഓർമ്മച്ചെറുപ്പുണ്ട് ഉണ്ടാവും. സുമാർ എത്ര കൊല്ലം ഉണ്ടാവും? 100 കൊല്ലത്തിൻ്റെ ഒക്കെ മുകളിൽ ഇപ്പം അച്ഛനായി. അപ്പോൾ അതിൻ്റെയും മുമ്പേ ഉണ്ട്. അപ്പോൾ എത്ര സമയം എന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് ആൾക്കാർക്ക് അവിടുന്ന് അതുകൊണ്ട് എന്തായാലും മെച്ചമുണ്ടായിരുന്നു. പറയാൻ കാരണം എന്താ പറയുക, പണിയെടുക്കുമ്പോൾ അച്ഛനാണ് ആദ്യമായിട്ട് ഒരാൾ പൈസ തന്നായിരിക്കും 300 രൂപ. ഞാനിപ്പോൾ കൊടുക്കലുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ചന്തയ്ക്ക് പോകുമ്പോൾ 10 റുപ്യ അവിടെ ഇട്ട് പോകും. ഞങ്ങളെന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉദ്ദേശിച്ചൊക്കെ നടന്നാൽ അപ്പം കൊടുക്കും. എനിക്ക് 77 വയസ്സായിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേക്ക് അറിയപ്പെടുന്നതാണത്. കാരണന്മാരായിട്ടൊക്കെ ചക്രാത്തുമല, നേർച്ചപ്പാറ 10നും 11നും മൗലൂദോദ്യം കൊണ്ട് പോന്നുകൊണ്ടിരിക്കണു. 10ന് 11 രാവും, പിന്നെ 11ന് 12 രാവും എന്നാ പറയല്. അതിന് ഓരോരുത്തരും ഇവിടുന്ന് കഴിയാവുന്നതൊക്കെ എനിക്ക് ഓർമ്മച്ച കാലത്തൊക്കെ ഈ 2 മണി അരിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ദാരിദ്ര്യമായിരുന്നു. അവിടെയൊക്കെ പോയി പിരിച്ചുണ്ടാക്കിയിട്ടായിരുന്നു അവിടെ ചീർന്ന് കൊടുത്തിരുന്നു. വൈകുന്നേരത്ത് പോയിട്ട് ഓതി പോന്നിരുന്നു കമ്പറാന്തലൊക്കെ പിടിച്ചിട്ട്. പുറത്തുനിന്നുള്ള ആളുകൾ എങ്ങനെയാണ് ഈ പാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത്? പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. എൻ്റെ കുടുംബങ്ങളൊക്കെ പോന്നിരുന്നു. കാരണന്മാരൊക്കെ വിരല് പിടിച്ചിട്ട് പോയിരുന്നു ഞാനേ. അപ്പം അത് പല വൈക്കും കയറിയിരുന്നു. അതെയാണ് അങ്ങോട്ട് അങ്ങോട്ട് കയറി വരിക. 4 പുറത്തുനിന്നും ആൾക്കാർ കയറി വരും ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ. ചില സമയത്ത് പിന്നെ പറയുന്നത് കേൾക്കണു. പിന്നെ ഈ മൗലൂദ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പലയിടത്തുനിന്നും വന്നിരുന്നു. അപ്പം അവിടെ വന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അവരിറങ്ങിപ്പോയി കയറി വന്നു. എല്ലാവരും ഇല്ല. അതിന് രാത്രി അവിടേക്ക് കയറാൻ പറ്റുന്നവർക്ക് തന്നെ പറ്റുള്ളൂ. കുറച്ച് ആരോഗ്യമുള്ളവർക്ക് കയറാൻ പറ്റും. അവിടെ വന്ന് നോക്കിയാൽ അപ്പം അറിഞ്ഞു കാണൂല. പിന്നെ അവിടുന്ന് ഇറങ്ങിപ്പോന്നാൽ അവിടുന്ന് വീണ്ടും കേട്ടിരുന്നു. അപ്പം അത് 10നും 11നും ഓടുമ്പോൾ ഈ ചീർണികൾ എന്തെങ്കിലും ഉണ്ടാവും. അതിനാണ് വരുന്നത്. പിന്നെ 10ന് തേങ്ങാച്ചോറും 11ന് ചക്കരച്ചോറും ഉണ്ടാവും. അത് കുറേശ്ശെ വലിയ രുചിയായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അല്ലല്ല, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു അന്ന്. കുറച്ച് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. തോനെയൊന്നും ഉണ്ടാവില്ല. ചീരണിയാണ് അത് പറയല്. അവർക്ക് കയറാൻ വലിയ പാടായിരുന്നു. സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയാല്. അപ്പൊ അതില് ഈ പിന്നെ അവർക്ക് എല്ലാവരും നേർച്ചയേക്കും.
എന്ത് വളയുണ്ടാക്കുകയാണെങ്കിലും പയറൊക്കെ ഉണ്ടാക്കുക, മത്തനൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നെല്ലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർക്കിട്ട് കൊടുത്തോളാന്ന് ഉണ്ടായാൽ കൊടുത്താൽ അവർ നേർച്ച ചെയ്യുന്നു. അവരൊക്കെ അതൊക്കെ കൊണ്ടു കൊടുത്തിരുന്നു. എൻ്റെ അനുഭവത്തിൽ എനിക്ക് കുറച്ച് കടമുണ്ടായി. അത് വല്ലാതെ വിഷമിച്ചു. വീട്ടാൻ പാകല്ലാതെ വന്നു. ഈ പെര പോകുന്നോടത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ എൻ്റെ കടം പീടിയാൽ 1000 ഉറുപ്പ്യ അവർക്ക് വൈദ്യന് കൊടുക്കാമെന്ന് ഞാൻ നേർച്ചയാക്കി. അത് എൻ്റെ കടം പീടി ഈ 1000 ഉറുപ്പ്യൻ്റെ കയ്യിലുമായി. അപ്പം ഇവരോടൊക്കെ പറഞ്ഞു അന്ന് ബാല്യക്കാരൊക്കെ പാടെ കൂടിയൊരു ചെറിയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അതിന് മെനക്കെട്ടു. പിന്നെ അത് ഇയാൾ തന്നെയാണ് കാതൽ ചക്കങ്ങളെ. അവനാണ് അതിലേക്ക് മുമ്പിലേക്ക് ഇറങ്ങാനും മറ്റേ ഇതൊക്കെ പാടെ പടവൊക്കെ അവൻ്റെ വക തന്നെയാണ് കുറേ. അപ്പം അത് വിറ്റ ആൾ പിന്നെ ആളോട് ഞാൻ ചോദിച്ചു, ഞാൻ അതിങ്ങനെ എൻ്റെ കയ്യിലായപ്പോഴേ അവിടേക്ക് നമുക്കൊരു വഴി ഉണ്ടാക്കണം, വഴിക്ക് സ്ഥലം തരണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് വേണ്ട വഴി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങളുടെ വഴി കഴിച്ചിട്ടേ ബാക്കിയെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ തന്നെ ഭവനിലൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ കളക്കിന്ന് പറഞ്ഞു. ഞാൻ തന്നെ കളച്ചു. പിന്നെ കൽക്കാതെ നീട്ടാൻ സഹായിക്കില്ല വെച്ചിട്ടൊരു സാമാന്യ മര്യാദക്ക് വഴിക്ക് കളച്ചു. അത് അവിടെ എത്തി കിട്ടി. അതിൽ പണിയെടുക്കണ ഒരു 3-4 ആള്, കാതർ, ഹംസ, കൊല്ലത്ത്, ബാവ, ഞാൻ തൊട്ടിയിൽ ഹംസയാണ്. കാര്യമായ കാശൊന്നും ആർക്കും കൊടുത്തിട്ടുമില്ല, കിട്ടൂല്ല എന്ന് പറഞ്ഞിരുന്നു. അവിടേക്കല്ല അവർ സേവനം എല്ലാവരും ചെയ്താൽ നമുക്കൊരു വഴിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഇറങ്ങി. ഓരോരുത്തരും കൊടുത്ത കാശായിട്ട് ചെറുപ്പപ്പെട്ട് പോയി. ആരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ അത് ചിലവർ തരും, ചിലവർ തരില്ല. അത് അങ്ങനെ അവിടേക്ക് എത്തിയൊരു പിന്നെ തങ്കു പറഞ്ഞൊരു രണ്ടാൻ ആദ്യം 300 ഉറുപ്പ്യ കൊണ്ടുവന്നു. അന്നേ ദിലിക്കിൻ്റെ വകയാണ് പറഞ്ഞിട്ടേ. തങ്കു നാരായത്തിരുത്തി തങ്കു അതിന് കുറച്ചാണ്ട് വിട്ടിട്ടുള്ള ആളാണ്. അയാൾക്ക് ഇതിനെ പറ്റി അറിയാം. ഹിന്ദുക്കളിൽ നിന്നാണ് കൂടുതലും ഇതിന് സംഭാവന കിട്ടിയിരിക്കുന്നത്. 5 നാരായം അരി, 10 നാരായം നെല്ലൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇവിടുന്ന് തന്നിരുന്നു. അയാളവിടെ വഴിപാടാക്കിയിരുന്നു. ചില പിന്നെ ഒരു വീടുണ്ടാക്കുക, ഒരു പെരയുണ്ടാക്കി കൊടുക്കുക. ഒരാകുട്ടി ഉണ്ടായി അതിൽ നിന്ന് 3-4 പെണ്ണുങ്ങളുണ്ടായി. കുറേ പൊട്ടികളൊക്കെ പാടെ വഴിപാടാക്കി. പിന്നെ അയാളിപ്പോൾ മദ്രാസിലുണ്ട്. ഇന്ത്യയൊക്കെ വയസ്സ് എഴുതാനുണ്ട് അയാൾക്കേ. അപ്പോൾ നെല്ലിമുളിയൊക്കെ കൂടുക രാത്രി തട്ടമ്പുറത്തുനിന്ന്. എന്നൊരു പിന്നെ പച്ചക്കുപ്പായക്കാരൻ വന്ന് തല്ലുകയാണ് ചുവരിലേട്ട് ചാടി വെച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ട്. കോണിമക്കൂടെ ഇറങ്ങുന്ന സൗണ്ട് കേൾക്കും, കയറുന്ന സൗണ്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഇപ്പോൾ ഈ അരി കൂടുതൽ തന്നിരുന്നത്. അവർക്ക് എന്തായാലും സംഭാവന പേരെന്നെ അവരുണ്ടാക്കിയില്ല. അങ്ങനെയൊക്കെ കേട്ടു. അപ്പം അങ്ങനെയൊക്കെ പാടായി എല്ലാവരും പാടെ കൂടിയിട്ട് അവർക്ക് ആ വഴി എല്ലാവരുടെയും പാടുകയാണ്. എല്ലാവർക്കും പിന്നെ ജില്ലാ വിളക്ക് കത്തിക്കുക, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിന് അടച്ചുകളിലൊന്നുമില്ല. അതിപ്പോൾ എന്നൊരിക്കൽ പറ്റും, എന്നൊരിക്കൽ പറ്റില്ല എന്നൊന്നും എൻ്റെ കുട്ടിക്കാലം മുതലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്ക് അവർക്ക് പ്രാബല്യം കിട്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ വരുന്നോ കൊണ്ടുവരുന്നതൊക്കെ. അതൊക്കെ ഇപ്പോൾ ഈ പണ്ടൊക്കെ കൃഷി ചെയ്തിട്ടല്ലേ ആൾക്കാർ ജീവിച്ചിരുന്നത്. അതിന് എന്ത് കാടാണെങ്കിലും അവർക്ക് നേർച്ച വയ്ക്കാൽ അത് തകരാറില്ലാതെ അവർക്ക് കിട്ടിയിരുന്നു. പിന്നെ എന്നിട്ട് അതിൻ്റെ വീതം അവർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ കൊണ്ടുവന്നിരുന്നു. ഓരോരുത്തരേക്കും കൊടുത്തിരുന്നു. ഇന്ത്യയൊക്കെ തന്നെ കുറേ ആൾക്കാർ കുറേ കാശുകൾ തന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്നാണ്. അത് വേണമെന്ന് ഞാൻ പലരോടൊക്കെ പറഞ്ഞു. പിന്നെ അതും എനിക്ക് ഞാൻ വിചാരിച്ചത് അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കൊടിമരം അവിടെ ഉണ്ടാക്കി അതിൻ്റെ ഏട്ടൻ്റെ മകൻ 2000 ഉറുപ്പ്യ വന്നു. അതിന് ഇരുമ്പിൻ്റെ കാല് വാങ്ങി. അത് പിന്നെ അതിൻ്റെ അടിയിലൊരു ഇതൊക്കെ ഇട്ടു. അതിൻ്റെ 4 പുറം കെട്ടി. അത് പിന്നെ ഇവൻ്റെ കാതറിൻ്റെ വാപ്പ കെട്ടിയതാണ് കെട്ടിടം. അതിൻ്റെ 4 പുറം ഉണ്ടാക്കിയത് ഞാനാണ്. കുറേ വിലയൊക്കെ പാടെല്ലാവരും നിന്നിട്ട് അല്ലാതെ അപ്പം എൻ്റെയൊക്കെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും കൂടി സഹകരിക്കുക, എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല. അത് ജാതിപഥമല്ല ഇവിടെ. എല്ലാവർക്കും അവിടെ പോകാൻ പ്രാർത്ഥിക്കുക. അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടായിരിക്കാം. അല്ലാതെ വെറുതെ ഒരാൾ കയറി വരില്ലല്ലോ.
ഈ അവിടെ വന്ന് വിളക്കെണ്ണ എണ്ണ വെക്കും, ഈ പെട്ടിയിൽ വന്ന് പൈസ ഇടും. അതൊരു ജാതിയൊന്നുമില്ല, എല്ലാ ജാതിക്കാരും വരും. ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇവിടെ പഴയ ചരിത്രം കിടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജിന്നുകളുടെ സാന്നിധ്യം ആ കാലത്ത് ഉണ്ട് ഈ സ്ഥാപനം എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മളെ കാലത്തില്ലല്ലോ. ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടെ അതിൻ്റെ മേലെ, അത് വാങ്ങണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. കാശ് ആൾക്കാർ തന്നിട്ടില്ല, തരാമെന്ന് കണ്ടിട്ടുണ്ട്. അത് തന്നാ സ്ഥലം എനിക്ക് വാങ്ങും. അപ്പോൾ കക്കൂസും ഒക്കെ ഉണ്ടാക്കും, കുറച്ച് വെള്ളത്തിൻ്റെ സൗകര്യം അടുക്ക് വരുത്തും. അതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നടക്കുന്നത്.